വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കളരി സ്പന്ദനത്തിൻ്റെ നാരായണീയ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ 7ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂരപ്പനെ കുറിച്ച് എന്തെങ്കിലും ചിലത് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കണം. ഇതിനവസരമൊരുക്കി അതിൻ്റെ എല്ലാ സംഘാടകർക്കും ഇത് കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രിയ സുഹൃത്ത് സുനിലിനും ഹൃദയം നിറഞ്ഞ നമസ്കാരം. മേപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വന്ന് വിളിച്ചു അദ്ദേഹത്തിനെ, ഗുരുവായൂർക്ക് പോവുകയല്ലേ എന്നാൽ ഇനിയിപ്പോൾ വൈകേണ്ട വെച്ചാൽ അദ്ദേഹം കൂടെ ഗുരുവായൂർക്ക് പുറപ്പെട്ടു. വാതരോഗം വന്നിട്ടല്ലേ പോയേ? വാതരോഗം വന്ന് പല വൈദ്യന്മാരെയും കണ്ട് മാറാണ്ട് ഇനി ഗുരുവായൂരപ്പനേ ഉള്ളൂ ആശ്രയം എന്ന് വിചാരിച്ച് പുറപ്പെടില്ലേ ഉണ്ടായേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ. ശരിക്കൊരു സുഹൃത്ത് വിളിച്ചിട്ടാണ് പോയത് എന്ന് മേപ്പത്തൂർ തന്നെ പറയുന്നുണ്ട്. ഹേ രോഗാനനുയുയമേവ സുഹൃദ എന്ന് പറയുന്നുണ്ട്. അല്ലയോ രോഗമേ, അവിടെ നിന്നാണ് എൻ്റെ സുഹൃത്ത് എന്നാണ്. കാരണം എന്താ വെച്ചാൽ ആരാണോ ഗുരുവായൂരപ്പനെ കാണാൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോണത്, ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോണത്, അയാൾ സുഹൃത്ത്. നാരദ പഞ്ചരാത്രം പറയും. ആരാണ് ഭാര്യ ചോദിച്ചാൽ ഭഗവാനെ കാണുമ്പോൾ കൂടെ ചോദിക്കുന്ന ആളാണ് ഭാര്യ. നമുക്കൊക്കെ ഭഗവാനെ കാണാൻ പോയാലോ എന്ന് കുറേ കുട്ടികളോട് ഒരാൾ ചോദിക്കണമെങ്കിൽ അത് അച്ഛനാണ് എന്ന് പറയും. ദാരിദ്ര്യം കൊണ്ട് വല്ലാണ്ട് പറഞ്ഞപ്പോൾ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ കൂടെ എല്ലാ നിധികളുടെയും നാഥനല്ലേ ഗുരുവായൂരപ്പൻ ചോദിക്കുമ്പോൾ സുധാമാവ് പുറപ്പെടേണ്ടത്. അച്ഛൻ്റെ മടിയിൽ ഓടി ചെന്ന് കയറിയപ്പോൾ, നിനക്ക് ഈ മടിയിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയില്ല, നീ എൻ്റെ മകനായിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ, പോയി തപസ് ചെയ്യ ഭഗവാനെ. ധ്രുവനോട് പറയണു സുരുചി. തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മരിക്കുക, എന്നിട്ട് ഈ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞു വെച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കുട്ടി പുറപ്പെട്ടു. കാര്യം അവഹേളിക്കൊക്കെ ഉണ്ടായതാണ് എങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടായി. നാരായണ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലിക്കൊണ്ട് ധ്രുവൻ ഭഗവാനെ പ്രസാദിപ്പിച്ചുവെങ്കിൽ ആ ചെറിയമ്മയാണ് ചെറിയമ്മ. അപ്പോൾ കാലിൽ പിടിച്ച വാതരോഗം വേദന സഹിക്കവയ്യാതെ കണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എങ്കിൽ ആ വാതരോഗമാണ് യഥാർത്ഥത്തിൽ ആത്മസുഹൃത്ത് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം തപസ്സരിക്കാൻ പോയതാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ. ഒരു മഹാതപസ്വി. ഭഗവാൻ സന്യാസിയാണോ? ഭഗവാനെ പോലെ സന്യാസി ഇല്ല ലോകത്ത്. രാജസൂയം നടക്കുമ്പോൾ ലോകത്ത് ഏറ്റവും യോഗ്യനായ ഒരാളെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ട് അവിടെ, അഗ്രപൂജ. അതിന് ആരാ വേണ്ടത് ചോദിക്കുമ്പോൾ ഭീഷ്മർ പറയണ്ടേ, ഒരു സംശയവും വേണ്ട, ഈ കൃഷ്ണനുള്ളപ്പോൾ, ഈ ഗുരുവായൂരപ്പനുള്ളപ്പോൾ വേറെ ആരെയും ആശ്രയിക്കണ്ടേ? മേപ്പത്തൂർ എന്ന് പറയുന്നില്ലേ, ഏവം ദുർലഭ്യവസ്തുന്യഭിസുലഭതയാ ഹസ്തലബ്ധേയധന്യ തന്വാവാചാധിയാവാ ഭജതി ബദജന ക്ഷുദ്രദൈവസ്ഫുടേയം. ഈ പൊന്നു ഗുരുവായൂരപ്പനെ കൈ കെട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ വേറൊരാളെയാണ് ആശ്രയിക്കണം തോന്നുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ക്ഷുദ്രത. ദാ രാജസൂയ മഹായജ്ഞ സമയത്ത് പറയണു, ആരെയാണ് ആദരിക്കേണ്ടത്, അതിനെന്തിനാണ് സംശയിക്കേണ്ടത്? ജ്ഞാനം വാ ജ്ഞാനഭാഗ്യം, ഏറ്റവും വലിയ ജ്ഞാനം ആർക്കാണോ ഉള്ളത്, അല്ലെങ്കിൽ ജ്ഞാനഭാക്കുകളുടെ ജ്ഞാനം ഇങ്ങനെ എടുത്താൽ മതി. നേരെ അതിൻ്റെ അർത്ഥം ബലമബിബലിനാം താപസാനാം തപോവാ, താപസന്മാരുടെ തപസ്. ഇതെല്ലാം എവിടെ യോജിച്ചിട്ടുള്ളത്? ഈ ഗുരുവായൂരപ്പനിലാണ്, ഈ കൃഷ്ണനാണ്. ആ കൃഷ്ണൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ വേറൊരാളെ ആശ്രയിക്കണം? അപ്പോൾ താപസിയാണ് ഭഗവാൻ എന്ന് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് ആ പൊന്നു ഗുരുവായൂരപ്പനെ വിളിച്ചങ്ങനെ കരഞ്ഞു. ആ രുദ്രതീർത്ഥത്തിൽ കുളിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നിരുന്നു. അനവധി ആളുകൾ കണ്ണനെ കാണാൻ അങ്ങോട്ട് ഓടിയെത്തിയിട്ടുണ്ടാവും. അവരെയൊക്കെ കടക്കണ്ണുകൊണ്ട് വീക്ഷിച്ചിട്ട് മേപ്പത്തൂരെ പറയൂ, കൊതിയാവണു കേൾക്കാൻ എന്ന് പറഞ്ഞ് ചമ്പ്രം മടിഞ്ഞ് അവിടെ പോയിരുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ഈ ഗുരുവായൂരപ്പൻ വരെയുള്ള കഥ, ഗുരുവായൂരപ്പനായ വരെയുള്ള കഥ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൃഷ്ണനായിട്ടുള്ള അവതാരം വരെയുള്ള കഥ, മത്സ്യമായിട്ടും കൂർമ്മയായിട്ടും അല്ലെ ആവേശ അവതാരമായാലും വേണ്ടില്ല, അങ്ങനെയുള്ള ഭഗവാന്റെ പല 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 അംശാവതാരങ്ങളും ആവേശം എല്ലാം പറഞ്ഞ് അവസാനം എന്താ ഭഗവാനെക്കുറിച്ച് പറയണം, ഗുരുവായൂരപ്പനെക്കുറിച്ച് പറയണം, ഗുരുവായൂരപ്പൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കണം. മതിയാവണില്ല കണ്ണനെ. പറയൂ മേപ്പത്തൂരെ, എൻ്റെ കണ്ണിനെക്കുറിച്ച് പറയൂ, എൻ്റെ ചിരിയെക്കുറിച്ച് പറയൂ, എൻ്റെ മൂക്കിനെക്കുറിച്ച് പറയൂ. അപ്പോൾ ഭംഗിയായിട്ട് പറയണ്ടേ കൃഷ്ണൻ്റെ കാരുണ്യാകുലനേത്രം ആർദ്രഹസിതം. എത്ര മനോഹരമായിട്ടാണ് ഭഗവാന്റെ പാദസ്വരങ്ങളുടെ ശബ്ദത്തിൽ കൂടെ പോലും മേപ്പത്തൂർ സംസാരിക്കുന്നുണ്ട്. മഞ്ജീരം മഞ്ജുനാദൈവ
പദഭജനം ശ്രേയ. ഈ പൊന്നുഗുരുവായൂരപ്പൻ്റെ കാലുകളെ മുറുക്ക പിടിക്കലാണ് ശ്രേയസ്സിനുള്ള മാർഗം എന്ന്. വാതരോഗമായിട്ട് ചെന്നപ്പോൾ വൈദ്യനായിട്ടാണ് ഭഗവാനെ കണ്ടതെങ്കിൽ ആ മഹാവൈദ്യം പറഞ്ഞിട്ട് വെറുതെ ഒന്നും ചികിത്സിക്കാൻ പറ്റില്ല കേട്ടോ, എനിക്ക് പ്രതിഫലം തരണം. എന്താ പ്രതിഫലം എന്നല്ലേ? രോഗമൊക്കെ മാറി പോവാൻ കാലത്ത് പ്രതിഫലം കൊടുത്താൽ പോരാ, എന്നും പ്രതിഫലം അങ്ങനെ തരണം. ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ അപ്പം തരണം. വെണ്ണയാണ് എനിക്ക് വേണ്ടതെന്നാണ്. എന്ത് വെണ്ണയാണ് വേണ്ടതെന്നല്ലേ? ഭാഗവതം കടഞ്ഞ നറുവെണ്ണ, അതിങ്ങനെ കടഞ്ഞ് അതിൻ്റെ സത്ത് ആ വെണ്ണ ഇങ്ങനെ തരണം. വെണ്ണ കൊതിയനാണല്ലോ ഭഗവാൻ. അപ്പോൾ ഭാഗവതം കടഞ്ഞ നവനീതാണ് നാരായണീയം. പോരാ, ഭാഗവതം പറയാൻ മടിച്ച പലതും നാരായണീയം കൊട്ടിഘോഷിക്കുന്നുണ്ട്. തൻ്റെ പ്രാണനായ, തൻ്റെ എല്ലാമായ രാധയെക്കുറിച്ച് ഭാഗവതം മൗനം ഭജിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാധ എന്ന് പറയുമ്പോൾ അത് പൂർത്തിയാക്കാനാവാതെ മറിഞ്ഞു വീഴുമോ എന്ന് സംശയിച്ചിട്ടുണ്ടാവും. നിർവികൽപ്പ സമാധിയിലായി പോവോ സംശയിച്ചിട്ടുണ്ടാവും. മേപ്പത്തൂർ ഭംഗിയായിട്ട് വർണ്ണിക്കണം. എന്തെങ്ങനെ മേപ്പത്തൂരിന് ഇത്ര ഭംഗിയായിട്ട് വർണ്ണിക്കാൻ പറ്റണത്? ഒരു കാരണം, മേപ്പത്തൂർ അനന്തൻ്റെ അവതാരമാണ്. അനന്തൻ സാക്ഷാൽ ബലരാമേട്ടനാണ്. കണ്ണനെ സകല കുസൃതിയും കുറുമ്പും കുശുമ്പും അല്ലേ, ആ പരമപ്രേമൊക്കെ നേരിട്ട് കണ്ട ആളാണ്. അവിടെ നിന്നിങ്ങനെ ആ ഗുരുവായൂരപ്പനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ മുമ്പിലിരുന്ന് കേട്ടിട്ടുണ്ടാവും. മത്സ്യമായും വാമനനായും ശ്രീരാമനായിട്ടും അവതരിച്ചതൊക്കെ. സംഗ്രഹണ പടുത്വമാണ് മേപ്പത്തൂരിൻ്റെ മഹിമ. ഒരു ശ്ലോകത്തിലൂടെ ഗീത മുഴുവൻ അവതരിപ്പിക്കേണ്ട 700 ശ്ലോകങ്ങൾ മുഴുവൻ ചുരുക്കിയിട്ട് ഒരു ശ്ലോകത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ആ ഗോപികമാരുടെയും രാധാറാണിയുടെ ഒപ്പമുള്ള മനോഹരമായ നൃത്തം അവതരിപ്പിക്കുമ്പോൾ അതിന് കേൾക്കേണ്ട വൃത്തം ഉപയോഗിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ ആലോചിച്ചിട്ടുണ്ടാവും, മേപ്പത്തൂർ കൂടി ആ രാസലീല സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. കാളിയൻ്റെ 1000 ഭണങ്ങളിൽ നൃത്തം ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പാടി കേൾക്കുമ്പോൾ ശ്രീലകത്തിൽ നൃത്തം ചെയ്തിട്ടുണ്ടാവും. നരസിംഹാവതാര സമയത്ത് ഗുരുവായൂരപ്പൻ ശ്രീലകത്തിൽ നിന്ന് അലറിയിട്ടുണ്ടാവും. അവസാനം ഓടി വന്ന് മേപ്പത്തൂരിനെ അനുഗ്രഹിച്ചോ അറിയില്ല, മേപ്പത്തൂരിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അനുഗ്രഹിക്കലൊക്കെ ഒരു ഔപചാരികതയല്ലേ. സന്തോഷമായി മേപ്പത്തൂരെ കേട്ടോ, എനിക്ക് സന്തോഷമായി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ വാതരോഗത്തെ കാശിക്ക് പറഞ്ഞയച്ച് എന്നെ കാണണം തോന്നുന്നുണ്ടോ, അതാ കണ്ടോളൂ പറഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുക. ഉറക്കെ വിളിച്ച് പറഞ്ഞു അദ്ദേഹം, അഗ്രേ പശ്യാമി, ഇതാ കാണൂ ഞാൻ എന്ന് പറഞ്ഞിട്ട്. ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഉപനിഷത്ത് സുന്ദരിമാരുടെ കൂടെ നിൽക്കുന്നതായ ആ പൊന്നു ഗുരുവായൂരപ്പനെ എത്രയും സന്തോഷം നിശ്ചയം. അദ്ദേഹം പറയണു, അമൃതിൽ ആറാടി ഞാൻ എന്ന്. പീയൂഷാപ്ലാവിതോഹം. മേപ്പത്തൂരിന് എന്ന് തോന്നിയിട്ടുണ്ടാവും, എത്ര മനോഹരമായിട്ടാണ് ഞാൻ വർണ്ണിക്കുന്നത്, എൻ്റെ വർണ്ണന തീരെ മോശമാവണില്ല എന്ന് അദ്ദേഹം തോന്നിയിട്ടുണ്ടാവും. ഓരോ പദങ്ങളും അത്ര സുന്ദരങ്ങളാണ്, അർത്ഥം നിറഞ്ഞു നിൽക്കുന്നതാണ്, മനോഹരമാണ്. പക്ഷേ പൊന്നു ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അജ്ഞാത്വാ തേ മഹത്വം. എൻ്റെ കൃഷ്ണ, അവിടുത്തെ മഹത്വം അറിയാണ്ട് ഞാൻ എന്തൊക്കെയോ പുലമ്പി. യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേത. ഞാൻ പറഞ്ഞതൊക്കെ അവിടുന്ന് ക്ഷമിക്കണേ. എൻ്റെ വാക്കുകൾ അങ്ങേ പ്രകാശിപ്പിക്കാൻ പരിപൂർണമായതല്ല. കടലിലെ വെള്ളം ഒരു കക്ക കൊണ്ട് കോരിയെടുത്ത് കളയാനാവില്ലല്ലോ. അവിടത്തേക്ക് സന്തോഷമാവണേ പറഞ്ഞു. അവസാനത്തെ വാക്ക് ആയുരാരോഗ്യ സൗഖ്യം എന്നാണ്. കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ച് തൻ്റെ രൂപം കാട്ടിക്കൊടുത്ത് വാതരോഗത്തിൽ നിന്ന് വിമുക്തനാക്കി മേപ്പത്തൂരിനെ യാത്രയാക്കി. ഇനിയും ഇടയ്ക്കിടയ്ക്കൊക്കെ വരണേ എന്ന് പറഞ്ഞ്. നാരായണനെക്കുറിച്ചുള്ള കാവ്യമാണ്, നാരായണൻ എഴുതിയതാണ്. ദ്വേധാ നാരായണീയം. വിസ്തരിക്കണില്ല, വിസ്തരിച്ചിട്ട് ഫലമില്ല, പറഞ്ഞു തീർക്കാനാവില്ല. മേപ്പത്തൂരിനും ഗുരുവായൂരപ്പനും അനന്തകോടി നമസ്കാരം. കൃഷ്ണ ഗുരുവായൂർ.